കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ അഭിമാന സ്തംഭമായി മാറേണ്ട പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ എത്രത്തോളം അപകടകരമായ അനാസ്ഥയുടെ കേന്ദ്രങ്ങളായി മാറുന്നു എന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന തെളിവാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടന്ന ക്രൂരമായ ചികിത്സാ പിഴവ്. ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവം പുറം ലോകം അറിഞ്ഞതോടെ സംസ്ഥാന സർക്കാരിനും ആരോഗ്യ വകുപ്പിനുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. ഈ വിഷയത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്തെത്തിയ ഷാഫി പറമ്പിൽ എംപിയുടെ പ്രതികരണം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇത് വയറ്റിൽ കത്രിക കുടുങ്ങിയ ഉഷ എന്ന സഹോദരിയുടെ മാത്രം എക്സ്റേ അല്ലെന്നും മറിച്ച് പിണറായി സർക്കാരിന്റെ തന്നെ എക്സ്റേ ആണെന്നുമാണ് ഷാഫി പറമ്പിൽ പരിഹസിച്ചത്. കോടികൾ ചിലവഴിച്ച് പുറത്തിറക്കുന്ന PR സ്റ്റോറികൾക്കിടയിൽ സർക്കാർ ഒളിപ്പിച്ചു വെച്ചിരുന്ന യഥാർത്ഥ ഇരുണ്ട കാലത്തിന്റെ ചിത്രമാണിതെന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. CPIM ഭരണത്തിന് കീഴിലെ ആരോഗ്യ വകുപ്പിന്റെ ചിഹ്നം അരിവാൾ കത്രിക നക്ഷത്രം എന്നായി മാറിയിരിക്കുകയാണെന്ന അദ്ദേഹത്തിന്റെ പരിഹാസം സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു. വർഷങ്ങളോളം നീണ്ട തീരാവേദനയുടെയും ദുരിതത്തിന്റെയും കഥയാണ് വണ്ടാനം സ്വദേശിയായ ഉഷ ജോസഫിന് പറയാനുള്ളത്. 5 വർഷം മുൻപാണ് ഉഷ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത്. വരാനിരിക്കുന്ന മെയ് 5-ന് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് 5 വർഷം തികയുകയാണ്. ഈ കാലം അത്രയും ശരീരത്തിനുള്ളിൽ ലോഹ കത്രികയും വഹിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. സഹിക്കാനാവാത്ത വേദനയും അസ്വസ്ഥതയും ഉണ്ടായപ്പോഴെല്ലാം ഡോക്ടർമാരെ സമീപിച്ചിരുന്നെങ്കിലും കൃത്യമായ പരിശോധനകളോ കണ്ടെത്തലുകളോ നടത്തിയിരുന്നില്ല. ഒടുവിൽ വേദന സഹിക്കവയ്യാതെ നടത്തിയ വിശദമായ പരിശോധനയിലാണ് വയറ്റിനുള്ളിൽ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന കത്രിക ഇരിക്കുന്നത് കണ്ടെത്തിയത്. ആധുനിക സംവിധാനങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു മെഡിക്കൽ കോളേജിൽ ഇത്രയും കാലം ഈ വലിയ പിഴവ് കണ്ടെത്താതെ പോയത് ആരോഗ്യ വകുപ്പിന്റെയും ആശുപത്രി അധികൃതരുടെയും വലിയ പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. സംഭവം വിവാദമായതോടെ അന്വേഷണ വിധേയമായി 2 പേരെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ നിർബന്ധിതരായി. ഡോക്ടർ ഷാഹിദ, നഴ്സ് ധന്യ എന്നിവരെയാണ് നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ താഴെത്തട്ടിലുള്ള ജീവനക്കാരെ മാത്രം ബലിയാടാക്കി മുഖം രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. ഇത്രയും ഗൗരവകരമായ ഒരു വിഷയം വർഷങ്ങളോളം മറച്ചുവെക്കപ്പെട്ടതിൽ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. നിലവിൽ ഉഷ ജോസഫിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സർക്കാർ ആശുപത്രിയിൽ നിന്ന് ലഭിച്ച കൈപ്പേറിയ അനുഭവത്തിനു ശേഷം വീണ്ടും സർക്കാർ സംവിധാനങ്ങളെ വിശ്വസിക്കാൻ രോഗിയുടെ ബന്ധുക്കൾ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. കേരളത്തിലെ ആരോഗ്യരംഗം ലോക നിലവാരത്തിലുള്ളതാണെന്ന സർക്കാരിന്റെ വാദങ്ങൾ വെറും പൊള്ളയാണെന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം സംഭവങ്ങളെന്ന് ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സമാനമായ രീതിയിൽ ഹർഷിന എന്ന യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം വലിയ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനോ ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിക്കാനോ ആരോഗ്യവകുപ്പ് തയ്യാറാവാത്തതാണ് വണ്ടാനത്തും ഇത്തരമൊരു ദുരന്തം ആവർത്തിക്കാൻ കാരണമായത്. ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കൃത്യമായി എണ്ണിക്കൊടുക്കാനും തിരികെ വാങ്ങാനും നിലവിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നതും വ്യക്തമാണ്. രോഗികളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഈ പ്രവണതയ്ക്കെതിരെ ശക്തമായ നിയമ നടപടികൾ വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. സസ്പെൻഷൻ പോലുള്ള ചെറിയ ശിക്ഷകൾ കൊണ്ട് തീരുന്നതല്ല ഈ പാതകം. 5 വർഷത്തോളം നീണ്ട ശാരീരികവും മാനസികവുമായ പീഡനത്തിന് ഇരയായ ഉഷയ്ക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണം. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ആരോഗ്യരംഗത്തെ നേട്ടങ്ങളെക്കുറിച്ച് വലിയ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ സാധാരണക്കാരായ രോഗികൾ അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള അവഗണനകൾ പുറത്തു വരാത്തത് ഭീതിജനകമാണ്. ഈ കേസിൽ സത്യസന്ധമായ അന്വേഷണം നടക്കണമെന്നും കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജുകളെ പൂർണ്ണമായി വിശ്വസിച്ചെത്തുന്ന സാധാരണക്കാർക്ക് ലഭിക്കുന്നത് ഇത്തരം കത്രിക സമ്മാനങ്ങൾ ആണെങ്കിൽ ജനങ്ങൾ എങ്ങോട്ട് പോകുമെന്ന ചോദ്യമാണ് ഷാഫി പറമ്പിൽ പ്രധാനമായും ഉയർത്തുന്നത്. സർക്കാരിന്റെ PR ഏജൻസികൾ പ്രചരിപ്പിക്കുന്ന തിളങ്ങുന്ന ചിത്രങ്ങൾക്കപ്പുറം ഇരുളടഞ്ഞ ആശുപത്രി വാർഡുകളിലെ യാഥാർത്ഥ്യം ഇതാണെന്ന് പ്രതിപക്ഷം ആവർത്തിക്കുന്നു. ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ ഓരോന്നായി പുറത്തു വരുന്നത് സർക്കാരിനെ വലിയ പ്രതിരോധത്തിൽ ആക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങളും വെളിപ്പെടുത്തലുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി കത്രിക നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. 5 വർഷത്തെ ദുരിതത്തിന് അറുതി വരുത്താൻ അവർക്ക് കഴിയുമെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാക്കിയ മുറിവുകൾ ഒരിക്കലും ഉണങ്ങാത്തവയാണ്.